കർമ്മ ലീ ഹ്യൂങ് സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ കൊറിയൻ ക്രൈം ത്രില്ലർ സീരീസ് ആണിത്. ഇന്ന് ഈ സീരീസിനെ കുറിച്ച് 6 വ്യക്തികൾ അവർ ഓരോരുത്തർക്കും അവരുടേതായ ചില ഡാർക്ക് സീക്രട്സും ഉണ്ട്. അവരൊരു ആക്സിഡന്റ് വഴി എങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നു എന്നതാണ് കർമ്മ എന്ന ഈ സീരീസ് പറയുന്നത്. ഒരു കിടിലൻ സ്ക്രിപ്റ്റ്, അത് കിടുവായിട്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. അതാണ് കർമ്മ. എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ്. ഓരോ വ്യക്തിയും ഓരോ സംഭവവും അത് എത്ര ചെറുതാണെങ്കിൽ പോലും അതിനെല്ലാം കഥയിൽ ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് സ്ക്രിപ്റ്റിന്റെ കരുത്ത്. ഇതെല്ലാം കൂടി ഇങ്ങനെ വട്ടത്തിൽ വന്ന് കണക്ട് ചെയ്യുന്നതാണ് സീരീസിന്റെ മെയിൻ പോസിറ്റീവ്. സോ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പോലും മിസ് ചെയ്യരുത്, അശ്രദ്ധമായിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ആ കണക്ഷൻ നിങ്ങൾക്ക് വ്യക്തമാവില്ല. ഇതിലെ കേന്ദ്ര കഥാപാത്രം ആരാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളതും രസമായിരുന്നു. ആദ്യം കാണാൻ നമുക്ക് തോന്നും ഇയാളാണോ ഇതിലെ മെയിൻ എന്ന്. സാധ്യതയില്ല എന്നും തോന്നും. സെക്കൻഡ് എപ്പിസോഡിൽ അയാളല്ല ഇനി ഇയാളാണോ എന്നിങ്ങനെ ഓരോരുത്തരെ കാണുമ്പോഴും നമുക്ക് ഡൗട്ട് തോന്നും. കാരണം കഥയിൽ വരുന്ന ഓരോരുത്തർക്കും അവരുടേതായ വേർഷൻ പറയാനുണ്ട് എന്നതാണ്. സോ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഓരോരോ റിവ്യൂലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ. നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസുകളും സീരീസിലും ഉണ്ട്. ചിലത് അൺപ്രഡിക്റ്റബിളും ആയിരുന്നു. ഈവൻ ലാസ്റ്റ് സെക്കൻഡ് വരെ നമ്മൾ പിന്നെയും എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അത് ഈ സ്ക്രിപ്റ്റിന്റെ പ്രത്യേകതയാണ്, ഗുണമാണ്. സോ മികച്ച ഈ സ്ക്രിപ്റ്റ് തന്നെയാണ് സീരീസിന്റെ മെയിൻ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. അഭിനയിച്ച എല്ലാവരുടെയും നൈസ് പെർഫോമൻസ് ഉണ്ട്. പ്രത്യേകിച്ച് വിറ്റ്നസ് ആയിട്ട് വന്ന പാർക്ക് ഹീസു, ഡോക്ടറായിട്ട് വന്ന ഗോങ് സിയങ് യോൺ എന്നിവരുടേത് എടുത്ത് തന്നെ പറയണം. ഇവർ മാത്രമല്ല കേട്ടോ, എല്ലാ താരങ്ങളുടെയും നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസും ഉണ്ട്. ഒരുപാട് നൈറ്റ് വിഷ്വലുകൾ സീരീസിലുണ്ട്. മിക്ക കൊറിയൻ പടങ്ങളിലും സീരീസിലും ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. അത് കഥയുടെ മിസ്റ്ററിക്ക് അത്രയ്ക്കും യോജിച്ചതുമാണ്. അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി നല്ല ഭംഗിയായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ മികച്ചതായിരുന്നു. എപ്പിസോഡ് 3 ആളൊഴിഞ്ഞ കെട്ടിടത്തിന്റെ ഭാഗത്ത് ഒരു സംഭവം നടക്കുമ്പോൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പഴയകാല ചില ക്ലാസിക് സിനിമകളെ ഓർമ്മിപ്പിച്ചു. അത് ഭയങ്കര രസമായിരുന്നു, നൊസ്റ്റാൾജിക് ആയിരുന്നു. പിന്നെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ സീരീസ് അല്പം സ്ലോ ആയിട്ടാണ് പോകുന്നത്. സ്ലോ എന്ന് വെച്ചാൽ ഭയങ്കര ഓവർ സ്ലോ ഒന്നും അല്ല. എനിക്കിതിന്റെ പേസ് ആക്ച്വലി കറക്റ്റ് ആയിരുന്നു. എനിക്കിഷ്ടമാണ് ആ ഒരു സ്പീഡിൽ പോകുന്ന കഥകൾ. എങ്കിൽ പോലും മാസ് ഓഡിയൻസിന് ചിലപ്പോൾ ഇത് വളരെ പയ്യെ പോകുന്ന ഒരു ഫീല് തരാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോകുമായിരുന്നെങ്കിൽ എല്ലാ ടൈപ്പ് ആൾക്കാർക്കും കുറച്ചുകൂടി ഇഷ്ടമായേനെ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷേ എനിക്കിതിന്റെ സ്ലോ ബേണിംഗ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ആകെ മൊത്തം ടോട്ടലിൽ ത്രില്ലർ പ്രേമികൾക്ക്, പ്രത്യേകിച്ച് സ്ലോ ബേണിംഗ് ത്രില്ലേഴ്സ് ഒരുപാട് ഇഷ്ടമാകുന്നവർക്ക് ഒരു മസ്റ്റ് വാച്ച് തന്നെയാണ് കർമ്മ എന്ന ഈ കൊറിയൻ ത്രില്ലർ സീരീസ്. വളരെ ട്വിസ്റ്റഡ് ആയിട്ട് പോകുന്ന സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള അതിന്റെ റിവ്യൂലുകൾ പിന്നീട് വരുന്ന ടൈപ്പ് കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച അനുഭവം തന്നെയായിരിക്കും. എനിക്ക് പേഴ്സണലി ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണ്. കഥ സീസൺ 1 തന്നെ ഫുൾ കഴിഞ്ഞ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ വേണമെങ്കിൽ ഇതിനൊരു സെക്കൻഡ് സീസൺ വേണമെങ്കിൽ കൊണ്ടുവരാം. അങ്ങനെ വരുമെങ്കിൽ ഞാൻ അതിനുവേണ്ടിയും വെയിറ്റ് ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. നെറ്റ്ഫ്ലിക്സിലാണ് സീരീസ് ഉള്ളത്. കൊറിയനൊപ്പം തമിഴ്, ഹിന്ദി ഡബ്ബിംഗ് അവൈലബിൾ ആണ്. ഞാൻ കണ്ടത് തമിഴ് ഡബ്ബിംഗ് ആണ്. നൈസ് ഡബ്ബിംഗ് ആയിരുന്നു. ദ മാൻ വിത്ത് ലോൺ ഷാർക്ക് ഡബ്സ്, ദ മാൻ ഹു ഡിസ്പോസ്ഡ് ഓഫ് എ ബോഡി, ഇങ്ങനെ ഓരോ എപ്പിസോഡിനും ഓരോ പേരുണ്ട്. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ അടുത്ത ലെങ്ത്തുള്ള 6 എപ്പിസോഡാണ് സീരീസിനുള്ളത്. നിങ്ങൾക്കൊരു 5-5.5 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ. സോ ത്രില്ലർ പ്രേമികൾക്കായിട്ട് ഈ സീരീസ് റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.